നമസ്കാരം. ഈസ്റ്റേൺ സെൽഫിയിലേക്ക് സ്വാഗതം. തെരുവ് നായ്ക്കളുടെ കുര കേൾക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് മലയാളിക്കില്ല. തെരുവ് നായ്ക്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരുവ് നായ്ക്കളെ കൊന്നാൽ പ്രതിസന്ധി തീരുമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് മൃഗസ്നേഹികൾ വാദിക്കുന്നു. ഇതിനിടയിൽ ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സ് ഓൺ കൺട്രിയായി മാറുന്നു എന്നുള്ളതാണ് ഈസ്റ്റേൺ സെൽഫിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ അരുൺ, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, VS പത്മകുമാർ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ചിന്ത ജെറോം, വിദ്യാർത്ഥി നേതാവ്, സുമിത PFA പ്രതിനിധി, പായിച്ചിറ നവാസ്, സാമൂഹിക പ്രവർത്തകൻ, ഡോക്ടർ രാകേഷ് തമ്പി, അസിസ്റ്റന്റ് സർജൻ ആൻഡ് CMO ജനറൽ ഹോസ്പിറ്റൽ, അഡ്വക്കേറ്റ് മായ. ഡോക്ടർ രാകേഷ്, എൻ്റെ ചോദ്യം അങ്ങയോടാണ്. ഇന്നിപ്പോൾ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തീർച്ചയായും പട്ടികളെ ചൊല്ലിയുള്ള പ്രതിസന്ധിയാണ്. ഒരുപാട് പേര് അതിന് എതിരെയും ഒരുപാട് പേര് പട്ടികളെ കൊല്ലരുത് അല്ലെങ്കിൽ പട്ടികളെ ഉപദ്രവിക്കരുത് എന്ന് പട്ടികൾക്ക് വേണ്ടി അനുകൂലിച്ചും സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എത്രമാത്രം ഇത് ബാധിക്കപ്പെട്ട ആളുകളെ ഡോക്ടർ കണ്ടിട്ടുണ്ട്? കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് കേരളത്ത് നായ്ക്കളുടെ, അതിലും പ്രത്യേകിച്ച് തന്നെ തെരുവ് നായ്ക്കളുടെ കടി കേൾക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് നമ്മൾ ഈ മറ്റു രോഗങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, മരണത്തിലേക്കാണ് അത് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭീകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പഠനം അനുസരിച്ച് ലോകത്ത് ഏകദേശം 55,000 പേരോളം വർഷം കൊല്ലപ്പെടുന്നുണ്ട്. ഈ അസുഖം ബാധിച്ച് കൊല്ലപ്പെടുന്നുണ്ടെന്ന വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് പോരാതെ അതിലെ ഒരു 36% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏകദേശം 20,000 ഡെത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ 20 തൊട്ട് 30 വരെ വർഷം തോറും ആൾക്കാർ ഈ വിഷബാധ ഏറ്റ് മരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ്. അവിടെ തന്നെ വർഷം തോറും 2 or 3 ചില വർഷങ്ങളിൽ 5 പേര് വരെ മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. വിഷബാധയായിട്ട്. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആവണമെന്നില്ല, മറ്റ് ജില്ലകളിൽ നിന്നും റെഫർ ചെയ്ത് വരുന്നതായിരിക്കാം. ഈ വിഷബാധ ഏൽക്കുന്നവരെ സംരക്ഷിക്കാനുള്ളൊരു സെല്ല് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് സമീപ ജില്ലകളിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കൊല്ലം ജില്ലകളിലും സമീപ ജില്ലകളിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസും ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ മാത്രം തന്നെ സിറ്റി ലിമിറ്റിൽ അകത്തു നിന്ന് പുതിയ 50ഓളം തെരുവ് നായി കടികളേറ്റ് വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. അത് കൂടാതെ ബാക്കി ഇമ്മ്യൂണൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന രോഗികളടക്കം 100-300 പേർക്ക് അടുപ്പിച്ച് നമുക്ക് ഒരു ദിവസം ചികിത്സ നൽകേണ്ടി വരുന്നുണ്ട്. ഡോക്ടർ അരുൺ, ഒരു വെറ്റിനറി ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുന്ന പേവിഷബാധയ്ക്ക് കടിയേറ്റ് എത്തുന്നവരുടെ അല്ലെങ്കിൽ പേപ്പട്ടിക്കിടെ കടിയേറ്റ് എത്തുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതിൽ ഏത് പട്ടിയുടെ കടിയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. തെരുവ് നായയുടെ ആണോ അതോ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കടിയേറ്റ് എത്തുന്നവരുടെ എണ്ണമാണോ കൂടുതൽ എന്നാണ് നാം ശരിക്കും പഠനം ചെയ്യേണ്ടത്. അതായത് ഇതിൽ ശരിക്കുമുള്ള ഒരു കണക്ക് പ്രകാരം ഏകദേശം കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ ഒരു 4 മാസമായി നടത്തിയ ഒരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടത് ഏകദേശം 74% കടിയേൽക്കുന്നത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെയും 24% മാത്രമാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടി എത്തുന്നത് എന്നുമാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇതിനൊരു 3 തരത്തിലുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ 3 സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രോസസ്സ് മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് സഹായിക്കുകയുള്ളൂ. അതായത് ഒന്ന്, നമ്മുടെ ഫുഡ് സോഴ്സ്, അതായത് ഇവയ്ക്ക് കിട്ടുന്ന ആഹാരമാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ പ്രത്യുൽപാദന ശേഷി കൂട്ടുകയും ഇവയുടെ എണ്ണം പെറ്റുപെരുകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ആഹാരത്തിൻ്റെ സ്രോതസ്സാണ്. ഇത് തടയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഡോഗ് ഓണർഷിപ്പ്. അതായത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് കൃത്യമായിട്ട് വാക്സിനേഷൻ നൽകുകയും അവയെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും അത് കൃത്യമായുള്ള ഇടവേളകളിൽ എല്ലാ വർഷവും വാക്സിനേഷൻ എടുത്തുകൊണ്ട് കൃത്യമായി വീട്ടിൽ നായയെ പരിപാലിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ ഘട്ടം മാത്രമാണ് നമ്മുടെ വന്ധീകരണ പ്രക്രിയയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോഗ് ക്യാച്ചിങ്ങും ഒക്കെ വരുന്നത്. അല്ല, ഡോക്ടർ പറഞ്ഞ ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞല്ലോ, അത് ഈ വേസ്റ്റിനെ ആണോ ഉദ്ദേശിച്ച് പറഞ്ഞത്? തീർച്ചയായിട്ടും. മാലിന്യം എന്ന് പറയുന്നത് ഇന്ന്
വളരെ പ്രശ്നമാണ്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോ പൗരന്മാർക്കുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാലിന്യ നിയന്ത്രണം വന്നാൽ സ്വാഭാവികമായും ഇതും നിയന്ത്രണത്തിൽ വരും എന്നാണ്. തീർച്ചയായും 75% നമ്മുടെ ഇമ്പാക്റ്റ് കൊടുക്കേണ്ടത് 75 ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫുഡ് സോഴ്സ്, അതായത് മാലിന്യ സംസ്കരണം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. പത്മകുമാർ സർ പറയൂ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ ഡോക്ടർ ഇവർ രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ സിറ്റിയിൽ മൂവിങ് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് വളരെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പട്ടികളുടെ എണ്ണം കൂടും. അതിന് ഈ പറഞ്ഞ നല്ല ഫുഡ് കിട്ടുമ്പോൾ ആരോഗ്യം കൂടും. നല്ല ഫുഡ് കിട്ടി ആരോഗ്യം കൂടുമ്പോൾ പ്രജനനത്തിൽ അതിൻ്റെ എണ്ണം കൂടും. 6 മുതൽ 12 വരെയൊക്കെയുള്ള പട്ടികളെ പ്രസവിക്കുന്ന നല്ല പട്ടികളൊക്കെ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. അതിൻ്റെ കടിയെന്ന് വെച്ചാൽ വളരെ ഹാംഫുള്ളാണ്. ഇപ്പം ഈ പട്ടി അധികവും കടിക്കുന്നത് കൊച്ചുകുട്ടികളെയാണ്. ഈ പട്ടിയെ കാണുമ്പോൾ അല്പം വികൃതനങ്ങളൊക്കെ കുട്ടികൾ കാണിക്കും, കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കും. അപ്പം മെൻ്റൽ ഡിപ്രഷൻ പോലും, ഒരു മാനസിക അസ്വാസ്ഥ്യം പോലും 2-3 ദിവസങ്ങളിൽ ആ കുട്ടികൾക്കുണ്ടാവുകയും അത് ആ കുട്ടിയുടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ പോലുമുണ്ട്. അതിനെ നിയന്ത്രിക്കാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള നിയമ നടപടി തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമാണ്, സെൻട്രൽ ആക്റ്റാണ് ഇതിനൊരു പ്രധാന പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ ഒരു പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ആനിമൽ ബർത്ത് കൺട്രോൾ പട്ടിക്ക് വേണ്ടി ഏറ്റവും ആദ്യം പ്രയോഗിച്ച ഒരു നഗരസഭ തിരുവനന്തപുരമാണ്. പറയൂ സുമിത, ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം കേട്ടു. ഏറ്റവും അധികം സമൂഹത്തിലെ ജനങ്ങളാണ് ഈ പട്ടികടി കൊണ്ട് ബാധിക്കപ്പെടുന്നത്. അത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ. മനുഷ്യന് രാവിലെ എണീറ്റ് നടക്കാൻ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ നിയമങ്ങൾ ഇതിനെല്ലാം തടസ്സമാവുകയും അതേസമയം നമുക്ക് മൃഗങ്ങളോടൊരല്പം സ്നേഹം ആവശ്യമാണെങ്കിൽ കൂടെ സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് പോകുമ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി? തീർച്ചയായിട്ടും പറയുന്ന ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞങ്ങൾ ആകെ കൂടെ പറയുന്നത് ഈ കില്ലിങ് ഇസ് നോട്ട് എ സൊല്യൂഷൻ, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. കൊല്ലുന്ന കൊണ്ട് ഒരു സൊല്യൂഷനെല്ലാം നമ്മളിപ്പം 42 മുതൽ കൊല്ലാൻ തുടങ്ങിയത്, ഇത്രയും കൊല്ലമായി നമ്മൾ കൊല്ലുന്നത്. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ABC മാത്രം കൊണ്ടേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫീമെയിൽ ഡോഗിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഓവർ എ പീരിയഡ് ഓഫ് 6 years നമുക്ക് 67,000 ബേർഡ്സാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, ജസ്റ്റ് ഒരു ഫീമെയിൽ ഡോഗ്. അപ്പം തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം കൊല്ലുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടത്തില്ല എന്നുള്ളത്. നമ്മൾ ഒരു ഏരിയയിലെ പട്ടികളെ കൊല്ലുമ്പോൾ വേറെ ഏരിയയിൽ 2 പട്ടികൾ ഇങ്ങോട്ട് കയറി വരും, അതും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പട്ടികളാണ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ കമ്മ്യൂണിറ്റി ഡോഗ്സിനെ ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യണം. ഒരു ഇൻക്ലൂസീവ് ആയിരിക്കണം. ഒരു നല്ല മനുഷ്യന് മാത്രമുള്ളത് ആ ഭൂമി എന്നുള്ളത് ആദ്യമേ തന്നെ മാറ്റണം. അപ്പം ഉള്ള ജീവികളെ തീർച്ചയായിട്ടും ഇതൊരു പ്രോബ്ലം ആണ്. ഒരു ജീവനെയും കൊല്ലാൻ നമുക്ക് അവകാശം അത് മാത്രം, അതുകൊണ്ടൊരു സൊല്യൂഷനും കിട്ടുന്നില്ല. അതാണ് ഇറ്റ് ജസ്റ്റ് അഗ്രവേറ്റിംഗ് ദ പ്രോബ്ലം. നമ്മൾ സ്ട്രേഞ്ച് ഡോഗ്സ് കയറി വരുമ്പോൾ നമ്മൾ പരിചയമില്ലാത്തവരെ കൂടുതൽ കടിക്കാനേ ചാൻസ് വരുന്നുള്ളൂ. ഇതിനെതിരെ എനിക്ക് തോന്നുന്നു ഏറ്റവും അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ 4 അഭിപ്രായം നമ്മളിവിടെ കേട്ടു അല്ലേ? ഇതിൽ ഡോക്ടർ മാത്രമാണ് സമൂഹത്തെ ഡോക്ടറും ജനപ്രതിനിധിയുമായ പത്മകുമാർ അവர்களுമാണ് ഇത് ജനത്തെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ശരിയാണ്, അതൊരു ജീവനാണ്. ആ ജീവനെ കൊല്ലാൻ നമുക്ക് എന്ത് അവകാശം എന്ന് നമ്മൾ ചോദിക്കും. അതിന് പ്രതിവിധിയാണ് നമ്മൾ, അത് കൊലപാതകമല്ല അതിൻ്റെ പ്രതിവിധി എന്നും കൂടി സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കണം. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ നായ്ക്കളെ കൊല്ലണമെന്ന അഭിപ്രായം പൊതുജനത്തിനില്ല. ഈ കൊല്ലരുത് എന്ന് പറയുന്ന ജനം കോഴിയിറച്ചിയും ആട്ടിറച്ചിയും പോത്തിറച്ചിയും കഴിക്കുന്ന മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഇവർ കോഴിയെ കൊല്ലരുത് എന്ന് പറയാത്തത്? ആട്ടിനെ കൊല്ലരുത് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? പച്ച മനുഷ്യനെ നടു റോഡിൽ കുത്തിക്കൊല്ലുമ്പോൾ അതിനെതിരെ അവർ എന്തുകൊണ്ട് എതിർക്കുന്നില്ല? പ്രസവിച്ചിടുന്ന കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വൃദ്ധരായവർക്ക് വരെ പൊതുസമൂഹത്തിനാകമാനം ഒരു അപകടകരമായ സങ്കീർണമായ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അഭിപ്രായങ്ങളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു അംശം പോലും ഇല്ലാത്ത, ഒരു കണിക പോലും ഇല്ലാത്ത ചില വ്യക്തികളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഞാൻ പട്ടി കടിയേറ്റിട്ടുള്ള വ്യക്തിയാണ്. പട്ടി കടിയേറ്റ് ഈ ഡോക്ടർ പറഞ്ഞ കണക്കിൽ ഡോക്ടറെ മുന്നിൽ വരുന്നത് പട്ടി കടിച്ചു എന്നുള്ള കണക്കാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരു പട്ടി ചാടിയാൽ എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരിയുടെ കുട്ടിയും എൻ്റെ കൂടെ വണ്ടിയിലുണ്ടാവും. ഞങ്ങൾ മറിഞ്ഞ് 3 പേരും വീഴുകയാണ്. ഞങ്ങൾക്കൊരു അപകടം ഉണ്ടാവുകയാണ്. അത് പട്ടിയെ ബന്ധപ്പെട്ട് അപകടത്തിൽ വരുന്നതല്ല, അതൊരു വണ്ടി ആക്സിഡൻ്റ് അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണു.
യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല കാരണം എന്താണ്? പട്ടിയാണ്. ഇവിടെ കോർപ്പറേഷൻ മത്സരിക്കുന്നു, സർക്കാർ മത്സരിക്കുന്നു. 2 രാഷ്ട്രീയ പാർട്ടികൾ കേരളം കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യമാണ് മെയിനായിട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷം, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്. 2 പേരും പട്ടിശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2 സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവന്നു. ഒന്ന്, കോർപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഹ്യൂമൻ സൊസൈറ്റി ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനിക്കാണ് ഇതിൻ്റെ വന്ധ്യംകരണത്തിനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്നത് സത്യസായി ട്രസ്റ്റിനാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇവരെത്രയാ പട്ടിയാണ് കൊല്ലുന്നത്? എത്ര പട്ടിയാണ് വന്ധ്യംകരണം നടത്തുന്നത്? ഇതിൻ്റെ കണക്കെത്രയാ? കോടിക്കണക്കിന് രൂപയാണ് ഇതിൻ്റെ പേരിൽ ചിലവഴിക്കുന്നത്. കോടിക്കണക്കിന് രൂപ. ഇതിൻ്റെ കണക്ക് ആരാ പറയുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഡോക്ടർ പറഞ്ഞ കണക്ക് വളരെ വ്യക്തമാണ്. ഈ 2015 8-ാം മാസം തീരുന്നതിന് മുമ്പ് 1,00,000 പേരാണ്, 1, 2, 10, 10,000 അല്ല, 1,00,000 പേരാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടി എത്തിയിരിക്കുന്നത്. ഇതിൽ പട്ടി ഓടിച്ചാൽ ഓടാൻ കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. പട്ടി വന്നാൽ ഇത് പട്ടിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ ആരെടുത്താ സമാധാനം പറയുന്നത്? ഇതൊക്കെ ആരെടുത്താ വിഷമങ്ങൾ പറയേണ്ടത്? സാമൂഹികമായും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മളോടൊക്കെ പല ആൾക്കാരും പറയുമ്പോൾ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ സെക്രട്ടേറിയറ്റ് നടയിലൊന്ന് നോക്കുക, കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കുക, ശംഖുമുഖത്ത് നോക്കുക, മ്യൂസിയത്ത് നോക്കുക, രാവിലെ തന്നെ പട്ടിക്കൂട്ടമാണ്. KSRTC ബസ് സ്റ്റാൻഡുകൾ രാവിലെ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും വന്നാൽ ബസ് എടുക്കാൻ പോകുമ്പോൾ ബസ്സിനകത്ത് പട്ടിയാ, ഗവൺമെൻറ് സ്കൂളുകളിൽ പട്ടിയാ. ഇതിനാരാ പരിഹാരം ഉണ്ടാക്കുന്നത്? ചിന്ത ഇപ്പം നവാസ് പറഞ്ഞ് കേൾക്കുമ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷം, സംസ്ഥാനം ഭരിക്കുന്നത് വലതുപക്ഷം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? അല്ല, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പം ഈ വിഷയത്തിനകത്ത് ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണിരയ്ക്കും മനുഷ്യനും തുല്യ അവകാശമുള്ള ഒരു പ്രദേശമാണ്. ഒരാളുടെയും നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ മനുഷ്യൻ അങ്ങനെ ഒരു സുപ്രീം പവറായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ നിലനിൽപ്പ് പോലും ഈ ജീവികളുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ഭാഗമായി നമ്മൾ ചെയിനും സർക്കിളും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മനുഷ്യനും ഇത്രയധികം എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കാൻ കാരണം ഈ ജീവികളും ഒക്കെ ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇത് പറയുമ്പോഴും ഇതിന് മറ്റൊരു വശമുണ്ട്. ആ വശം വളരെ ഭീകരമാണ്. ഇപ്പം രോഗം വരുമ്പം വൈറസിനെയോ അല്ലെങ്കിൽ ബാക്ടീരിയയോ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. പിഞ്ചു കുട്ടികളെ വരെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും നിരവധി തവണ അപകടത്തിന് ഇരയാകുന്നു. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് പോലും പ്രതികരിക്കുവാൻ പറ്റാത്ത രൂപത്തിൽ അസുഖം പറ്റുന്ന തെരുവ് നായ്ക്കൾ അവർക്ക് വരുന്ന അവരുടെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ഇതിന് നിയന്ത്രണവും പരിഹാരവും കണ്ടെത്തേണ്ടതാണ്. ഇപ്പോഴും നമ്മുടെ ചർച്ചയ്ക്കകത്ത് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അക്രമകാരികളായ നായ്ക്കളുടെ സ്വന്തം നാടായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ തെറ്റാണെന്ന് സൂചിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂവിനെ കൃത്യമായ രൂപത്തിൽ പഠിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഈ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞ് മുഴുവൻ പട്ടികളെയും കൊല ചെയ്യണം, അല്ലെങ്കിൽ പട്ടികൾ മുഴുവൻ ഈ നാട്ടിൽ നിന്നും മാറിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൂടുതൽ ശാസ്ത്രീയമായി പഠനത്തിന് വിധേയമാക്കി ഇതിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കണം. അഡ്വക്കേറ്റ് മായ, ഇപ്പം നമ്മൾ ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടു. എന്താണ് നിയമത്തിൽ ഇതിനൊരു പ്രതിവിധി പറയുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് സുപ്രീം കോർട്ട് റൂളിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു റിട്ട് പെറ്റീഷനിൽ വന്നിട്ടുള്ള ഇഷ്യൂ കണക്കിലെടുത്ത് അതിലാണ് ഈ നായ്ക്കളെ, ഈ സ്ട്രേ ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ പാടെ നശിപ്പിക്കുവാൻ, കില്ലിംഗ് ഓഫ് ഡോഗ്സ് അത് പാടില്ല എന്ന് പറയുന്നത്. അവരെ ഒരു പെർമനന്റ് സ്ലീപ്പിലേക്ക് അയക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു. ആകാം എങ്ങനെയൊക്കെ ഉള്ളത്, റാബീസ് ബാധിച്ചതോ അല്ലെങ്കിൽ മോർട്ടലി വൂണ്ടഡ് ആണെങ്കിലോ, വളരെ മാരകമായിട്ടുള്ള മുറിവുകളേറ്റ നായ്ക്കളാണെങ്കിലോ, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം മറ്റെന്തെങ്കിലും അസുഖം ബാധിച്ച നായ്ക്കളാണെങ്കിലോ നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം നായ്ക്കളെ മാത്രം ഇത്ര സ്ട്രെസ് ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മറ്റനേകം ധാരാളം മൃഗങ്ങളുണ്ട്. പൂച്ചയുണ്ട്, എന്താണ് ബാറ്റ്സ് ഉണ്ട്, വവ്വാലുകളുണ്ട്. ഇവയെല്ലാം ചിലപ്പോൾ
പേ പരത്തിയെന്നുണ്ടാവാം. എന്നാലും നായ്ക്കളെ മാത്രം ഇത്ര ഊന്നി പറയാൻ കാരണം അവ കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം എന്താണ് കഷ്ടപ്പാട് അല്ലെങ്കിൽ ദുരിതം മാത്രമാണ് ഓട്ടിച്ചിട്ട് ഉപദ്രവിക്കുന്ന മാത്രമല്ല, അമ്മയുടെ അടുത്ത് വളരെ സുരക്ഷിതമായി ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അതിലേറെ സുരക്ഷിതത്വം ഇറങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞിനെയാണ് വലിച്ചു കടിച്ചെടുത്തോണ്ട് പോയി. നമ്മളെല്ലാം ചിത്രങ്ങളൊക്കെ കണ്ടതാണ് അല്ലേ, മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം? ആ കുഞ്ഞിനെയാണോ നമ്മൾ എന്ത് കുറ്റം ആ കുഞ്ഞ് ചെയ്തത്? അപ്പോൾ ഈ പറയുന്ന ഇവർക്ക് വിവേചന ശക്തിയില്ല. നായ്ക്കളെ നമ്മൾ കുറ്റം പറയുന്നില്ല, അത് മൃഗമാണ്. പക്ഷേ അവർക്ക് ആ ഒരു സാധാരണ രീതിയിൽ പെരുമാറാൻ കഴിവുള്ള ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവയെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. മനസ്സിലായില്ലേ? അത് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ പറയുന്ന ഒരു സംഘടനയെ എതിര് നിന്നില്ല, ഈ പറയുന്ന ഒരു ആക്ടിവിസ്റ്റുകളും എതിര് നിന്നില്ല. ഈവൻ എന്താണ് ഈ ആനിമൽ വെൽഫെയർ ബോർഡാണ് അപ്പീൽ പോയത് സുപ്രീം കോടതിയിൽ. അപ്പോൾ അവർ പോലും ഇതിന് അനുകൂലിക്കുകയേ ചെയ്തുള്ളൂ. അതെ ആയിക്കോട്ടെ, വളരെ ഉപദ്രവകാരികളായ നായ്ക്കളെ പാടയെ നശിപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് അവർ അനുകൂലിക്കുകയുണ്ടായുള്ളൂ. അതല്ലാത്ത തരത്തിൽ പിന്നെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ, ഡോക്ടർക്ക് സൂചിപ്പിച്ച പോലെ വന്ധ്യകരണം ചെയ്ത് വിടുക എന്ന് പറയുന്നു. നമ്മുടെ ഇവിടെ അത് എത്രമാത്രം കാര്യമായിട്ട് നടത്തുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. വന്ധ്യകരണം ചെയ്യാനായിട്ട് കുറേ നായ്ക്കളെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ലൊക്കേറ്റഡ്, അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതൊരു സയന്റിഫിക് കാര്യമാണ്. അതിവിടെ പലർക്കും അറിയില്ല. ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥർക്കുമോ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന പല വ്യക്തികൾക്കും ഇതിന്റെ സയന്റിഫിക് ഇത് അറിയത്തില്ല. എന്തുകൊണ്ട്? ദേ ആർ ടെറിട്ടറിയൽ ആനിമൽസ്. അപ്പോൾ അവർക്ക് അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചുറ്റുപാടുമായിട്ട് ഇടപഴകി അവിടെ നിന്ന് ഭക്ഷണം കണ്ടെത്തി അവിടെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ അവിടെ നിന്ന് മാറ്റി വേറൊരു ലൊക്കേഷനിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ കഴിഞ്ഞാൽ, ഏതൊക്കെ നായ്ക്കളെ വന്ധ്യകരണം ചെയ്തു, ഒരു സ്ഥലത്ത് നിന്ന് കുറേ നായ്ക്കൾ മാറിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തു നിന്നുള്ള നായ്ക്കൾ കയ്യേറുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ അതിന് എത്രമാത്രം സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ ഇത്ര ആഴത്തിൽ പഠിക്കാൻ ആരാ തുനിഞ്ഞിട്ടുള്ളത്? അതിനെ സയന്റിഫിക്കായിട്ട് കാണാനും അതിന് നല്ലൊരു സൊല്യൂഷനും കാണാനും നമുക്ക് സാധിക്കുന്നില്ല. അതല്ലാതെ ഇവിടെ നിയമത്തിന്റെ പോരായ്മ ഉണ്ടായിട്ടുള്ള ക്ലിയർ റൂൾസ് ആണുള്ളത്. എന്താണ് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഡയറക്ഷനിലൂടെയും പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെയും സപ്പോർട്ടോട് കൂടിയാണ് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2015 നമ്മളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പം നമ്മളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാ ഡോഗ്സിന്റെയും എയ്തർ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് എവിടെയാണോ അവിടെ ഒരു വി ഷേപ്പ് നോച്ച് എന്നുള്ളതാണ്. നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനെ നമുക്ക് റീക്യാപ്ചർ ചെയ്യണം എന്നാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഇതിന് വീണ്ടും റേബീസ് വാക്സിനേഷൻ കൊടുക്കാനുള്ളതാണ്. സോ ഐഡിയലി ഇറ്റ് ഷുഡ് ബി റീവാക്സിനേറ്റഡ് എവറി ഇയർ എന്നുള്ളൊരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വർഷം ചെയ്താണോ എന്നറിയാൻ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്ത് മാർക്ക് ചെയ്യാൻ റൈറ്റ് ഇയറിൽ വി നോച്ച് ഇടേണ്ടി വരും. അടുത്ത വർഷം ചെയ്യുന്നതിന് ലെഫ്റ്റ് ഇയറിൽ വി നോച്ച് ഇടേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു നോർമൽ ലൈഫ് സ്പാൻ നമ്മൾ ആലോചിക്കുക. ഒരു സ്ട്രേ ഡോഗിൻ്റെ നോർമൽ ലൈഫ് സ്പാൻ നോട്ട് മോർ ദാൻ 7 years. 7 മുതൽ 8 വയസ്സ് വരെ ഒരു തെരുവിൽ ജീവിക്കുന്നുള്ളൂ. അത്രയും വർഷത്തേക്ക് അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി ഇപ്പം നമ്മൾ എന്നാണോ പിടിക്കുന്നത് അത് അറ്റ്ലീസ്റ്റ് ഒരു 2 times എങ്കിലും വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇനഫ് ടൈറ്റർ അതിൻ്റെ ബോഡിയിൽ ഈ പേവിഷബാധയ്ക്ക് എതിരെയുള്ള വൈറസിൻ്റെ എതിരെയുള്ള ഒരു ആൻറ്റിബോഡി ടൈറ്റർ അതിൻ്റെ ബോഡിയിൽ മെയിൻറ്റെയിൻഡ് ആവും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ഇത് 2014 തന്നെ പെർഫെക്റ്റ് ആയിട്ടൊരു സ്റ്റഡി റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വ്യക്തമായി പറയുന്നത് ഓരോ ബ്ലോക്ക് തലത്തിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ സ്റ്റാഫിനെ നിയോഗിച്ചുകൊണ്ട് വെറ്റിനറി ഡോക്ടേഴ്സും അതുപോലെ തന്നെ പാരാ വെറ്റിനറിയൻസ് ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽ ഡോഗ് ക്യാച്ചേഴ്സ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്ക് തലത്തിലും ഓരോ അനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതേ നമുക്കിപ്പം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാലിന്യവും അതുപോലെ റെസ്പോൺസിബിൾ ഡോഗ് ഓണർഷിപ്പും ചെയ്യേണ്ടത് ലോക്കൽ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലും കോർപ്പറേഷൻ തലത്തിലുമാണ്. അത് കൃത്യമായിട്ട് അവരുടെ ഇടപെടലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനൊന്നും ഒരു സപ്പോർട്ടും ഇല്ലെന്നാണ്. കാരണം ജനങ്ങളുടെ ഭാഗത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? തെരുവ് നായ്ക്കളാണ് പ്രശ്നം. തീർച്ചയായിട്ടും തെരുവ് നായ്ക്കളെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ. പക്ഷേ നമുക്കൊരിക്കലും ഇതിൻ്റെ ലെവൽ 0 കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്ക് ഇവയുടെ എണ്ണം 0 എന്നുള്ള ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയില്ല. കംഫർട്ടബിൾ സോൺ അത് ഹ്യൂമൻസിനും അതായത് മനുഷ്യന് പ്രോബ്ലം ഇല്ലാത്ത തരത്തിൽ അവയുടെ ജീവനും പ്രശ്നമില്ലാത്ത തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഈ 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അത് സയന്റിഫിക് സ്റ്റഡി അങ്ങനെയാണ്. വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെ കടി കൊണ്ടിട്ടാണ് കൂടുതലും പേഷ്യൻസ് വരുന്നതെന്നാണ് കേട്ടത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ തെരുവ് പട്ടികളുടെ കടിയേറ്റാണോ ബാധിക്കപ്പെടുന്നത് അതോ വീട്ടിൽ വളർത്തുന്ന പട്ടിയായിട്ട്? സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഒരു കടിയേറ്റ് വരുന്നതിൽ ഒരു 70% വരുന്നത് വീട്ടിലുള്ള വളർത്തുന്ന പട്ടികളുടെ തന്നെയാണ്. പക്ഷെ ചോദ്യം വരുന്നത് നമ്മൾ ഈ കടിയുടെ തീവ്രത നോക്കുമ്പോൾ തീവ്രത ഏറിയ കടികളിൽ 70% തെരുവ് നായ്ക്കളുടെയാണ്.
ഇപ്പോൾ ഈ ആൾക്കാർക്ക് കൂടുതൽ ബോധവാന്മാരാണ്, ഈ റേബീസിനെ കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും ബോധവാന്മാരാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ചെറിയ മാന്തലോ കടിയോ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ തന്നെ ഇവർ ചികിത്സ തേടി എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ കടിയേൽക്കുന്ന നായ്ക്കളെ കടിയേറ്റ് വരുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തെരുവിൽ കടിയേറ്റ് വരുമ്പോഴാണ് പത്രവാർത്തയാവുന്നതെന്ന് തോന്നുന്നു. വീട്ടിൽ വരുമ്പോൾ അത് പത്രവാർത്തയാവുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് പൊതുജനം എന്താ പറയുന്നതെന്നൊക്കെ. ഞാൻ താമസിക്കുന്നത് കാലടി മരുതൂർക്കടവ് സ്ഥലത്താണ്. അവിടെ ഇഷ്ടംപോലെ ഉണ്ട് പട്ടികൾ. പക്ഷേ മെനിഞ്ഞാന്ന് അത്രത്തോളം ശല്യമില്ലെങ്കിൽ മെനിഞ്ഞാന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു ബൈക്കിൽ നിന്ന് ഒരു പയ്യൻ വീണ് കിടക്കുന്നു. അയാളുടെ കാലും കയ്യും ഒക്കെ പൊട്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു പട്ടി ചാടി കയറി അയാളുടെ കാല് കടിച്ചതാണ്. അത് സ്ലോവിൽ പോവുകയായിരുന്നു. അവിടെ ഒരു പറയാൻ പറ്റിയില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ അല്ലെങ്കിൽ എൻ്റെ മോളുമായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു 25 പട്ടിയെങ്കിലും ഒരിടത്ത് കാണും. ഈ റോഡ് മൊത്തം അതിൻ്റെ ശല്യമേ ഉള്ളൂ. തെരുവായി നമ്മൾ നടന്നു പോകണം, ബൈക്കിൽ പോകണം, നമുക്കാണ് ശല്യം. ഈ കാറിൽ പോകണവർക്കും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. റോഡിൽ കൂടെ ബൈക്കിൽ എനിക്ക് ഒരു അനുഭവം, ഞാൻ ഫോറസ്റ്റ് ഓഫീസിലെ രാത്രി സമയത്ത് ബൈക്ക് കൂടെ കുറുക്കേ ചാടി ഞാൻ തലവത്തിന് വീണു. ഈ മീസ ഏരിയ മൊത്തം കംപ്ലീറ്റ് അതിൻ്റെ ശല്യവും. തമിഴ്നാട്ടിൽ നിന്ന് പട്ടികളെ കൂട്ടമായിട്ട് അവിടെ ആളില്ലാത്തടത്ത് കൊണ്ട് ഇറക്കുകയാണ് നെടുമങ്ങാട്. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വിട്ട് നടന്നു വരുന്ന സമയത്തൊക്കെ ഈ പട്ടികളെ ഭയങ്കര ശല്യമൊക്കെയാണ്. ചില സമയത്ത് ഞങ്ങൾ തിരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ശല്യമാണ്. ഈ പ്രശ്നമൊക്കെ ഭയങ്കര ശല്യമാണ്. ഗവൺമെൻറ് എന്തെങ്കിലും നിയമം ഇന്ന് എന്തെങ്കിലും നിയമം പാസ്സാക്കി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്താലേ ഇനി എന്തെങ്കിലും രക്ഷയുള്ളൂ. കാരണം ഇപ്പോൾ ശല്യം ഭയങ്കര കൂടുതലാണ്. ഞാൻ പൂജപ്പുരയിൽ നിന്നാണ് വരുന്നത്. അവിടെ പൂജപ്പുര റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് ഒരു LP സ്കൂളുണ്ട്, 4ാം ക്ലാസ് വരെയുള്ള സ്കൂൾ. ആ സ്കൂളിന്റെ ഒരു സൈഡിലെ ജനലും വാതിലും തുറക്കാറേ ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പട്ടിയുടെ ശല്യവും ആ മാലിന്യ റോഡിൽ വരച്ചിരിക്കുന്ന ആ സ്മെല്ലും, ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ സമയത്ത് ഈ കുട്ടികളെല്ലാം തൊട്ടപ്പുറത്തെ ഒരു PT ഓഡിറ്റോറിയം വഴി കറങ്ങി ഇതിനകത്ത് വന്നിരുന്നാണ് കഞ്ഞി കുടിക്കണം. കാരണം ഇവിടെ തുറക്കുന്നേ ഇല്ല. അത് സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാനറിയാം. അപ്പോൾ ഈ മാലിന്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ ഇതിന് ഒരു പരിധി വരെ ഇതിനകത്ത് കഴിയൂ. ഇപ്പം കഴിഞ്ഞ 2014 സെപ്റ്റംബർ മുതൽ 15 ജൂൺ വരെയുള്ള 10 മാസത്തെ കണക്ക് ഒരു പ്രമുഖ പത്രം എഴുതിയിരുന്നതാണ്. 8290 പേർ സർക്കാർ ആശുപത്രിയിൽ മാത്രം, നഗരത്തിലെ സർക്കാർ ആശുപത്രി, തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആരാ? എന്നെ പോലുള്ള സാധാരണക്കാർ. ഇപ്പോ ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മളിൽ മലയാളി സംസ്കാര സമ്പന്നനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും നമ്മൾ നിരന്തരം കാറിൽ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ട് റോഡിലെറിയുന്ന ഒരു പ്രവണത നമ്മളെല്ലാ മനുഷ്യരിലും കാണുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ സർക്കാർ ചെയ്യണം എന്ന് പറയാതെ പൊതുസമൂഹത്തിന് ഇതിനൊരു ബാധ്യതയില്ലേ? ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മളും കൂടെ വിചാരിച്ചാലല്ലേ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത് ഒരു കൊച്ചു ഭരണകൂടം എന്ന നിലയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ മാലിന്യത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണവും വീടുകളിലേക്കുള്ള മാലിന്യ സംസ്കരണ പദ്ധതിയുമാണ്. അതിപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ഐസക്കിൻ്റെ സഹായം ആ കാര്യത്തിൽ തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ഈ തെരുവ് നായ്ക്കളുടെ ഒരു വംശനാശം ഒരിക്കലും കേരളം പോലുള്ള നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകാനേ പോകുന്നില്ല. കാരണം പൂച്ചയേക്കാൾ വാത്സല്യത്തോടു കൂടിയാണ് നമ്മൾ വീടുകളിൽ പട്ടിയെ വളർത്തുന്നത്. പക്ഷേ എല്ലാവരും ലൈസൻസ് എടുക്കാറില്ല. ഭരണകൂടം ലൈസൻസ് നിർബന്ധമാക്കണം. തെരുവുകളിലേക്ക് എത്തുന്ന പട്ടികളെ ഈ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ ഈ പഠനവും പ്രോജക്റ്റും നിയമമൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. നിയമം നടപ്പിലാക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള പട്ടിയെ പിടിക്കാൻ പോകുമ്പോൾ, ആരോഗ്യമില്ലാത്ത പട്ടിയെ പിടിക്കാൻ പോകുമ്പോൾ, പേവിഷബാധയേറ്റും തോന്നുന്ന പട്ടിയെ പിടിക്കാൻ പോകുമ്പോൾ ഒരു 3-4 ആളുകൾ അപ്പോൾ ഓടിക്കൂടുകയാണ്. ഇപ്പോൾ അവിടെ പിടിക്കാൻ പോകുന്നവന് തെളിയിക്കാൻ പറ്റത്തില്ല. ഇത് പേപ്പട്ടിയെ പൊല്ലിരിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഈ തെരുവിലുള്ള പട്ടികളെ നമ്മൾ നശിപ്പിക്കുക തന്നെ വേണം. അതിന് സമാന്തരമായിട്ട് ആനിമൽ ബർത്ത് കൺട്രോൾ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ തന്നെ ചെയ്യണം. ഞങ്ങൾ ആ കാര്യത്തിൽ കുറച്ച് വിജയിച്ചിട്ടുണ്ട്. എത്ര എണ്ണം ബന്ധീകരിച്ചെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള കണക്ക് തരാം. വീട്ടിൽ വളർത്തുന്ന പട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സാധാരണ ഒരു ബുക്ക് ഉണ്ടാവും, ഒരു രജിസ്ട്രേഷൻ ബുക്ക് ഉണ്ടാവില്ലേ? അതില് ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റ്സും എല്ലാം ഉണ്ടായിരിക്കില്ലേ? ഇതൊക്കെ നോക്കിയിട്ട് തന്നെ അല്ലേ നിങ്ങൾ പട്ടിയെ ചികിത്സിക്കുന്നത്? തീർച്ചയായിട്ടും വീട്ടിൽ വളർത്തുന്നവയ്ക്ക് തീർച്ചയായിട്ടും എല്ലാ വർഷവും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വിടാറുണ്ട്.
ഒരു മെജോറിറ്റി എന്ന് പറയുന്നതിൽ ഒരു 50% ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കി 50% ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാതെ അവർ പട്ടിയെ അവിടെ വീട്ടിൽ വളർത്തുന്നു. ഒരു കോമ്പൗണ്ട്, ചിലപ്പോൾ കോമ്പൗണ്ടിൽ നിന്ന് ചാടി വെളിയിൽ പോകും, രാത്രി വെളിയിൽ പോകും, പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരും. ഇങ്ങനെ ഒരു സെമി ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ ഈ ചങ്ങല പോലും കെട്ടാതെ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. ചങ്ങല ഇടണം എന്നല്ല പറയണം, പക്ഷേ എങ്കിലും ഇതിൻ്റെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായുടെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും ആ ഓണറിനുണ്ട് എന്ന് ആ ഓണർ മനസ്സിലാക്കണം. അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിൾ ഡോഗ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് വർഷാവർഷം വാക്സിനേഷൻ മാത്രമല്ല, 8 മാസം മുതൽ 1 വയസ്സ് പ്രായമാകുമ്പോൾ പെണ്ണായെയാണ് വളർത്തുന്നതെങ്കിൽ അതിന് നിർബന്ധമായി വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുക. ഇല്ല, നിങ്ങൾ വളർത്തി വിൽക്കുന്നു, അതിന് ബ്രീഡേഴ്സ് ലൈസൻസ് എടുക്കുക. അത് കോർപ്പറേഷനും പഞ്ചായത്തും ബ്രീഡേഴ്സ് ലൈസൻസ് ഇഷ്യൂ ചെയ്യണം. അതുപോലെ വീട്ടിൽ അല്ലാതെ വളർത്തുന്നവയ്ക്ക് അല്ലാത്ത ഹെൽത്ത് സർട്ടിഫിക്കറ്റും വാക്സിനേഷനും ഉൾപ്പെടെയുള്ള ലൈസൻസ് കൊടുക്കണം. അവയെ നിർബന്ധിതമായിട്ട് വന്ധീകരണത്തിന് വിധേയമാക്കണം. അത് ആൺനായയാണെങ്കിലും പെണ്ണായയാണെങ്കിലും. ബാക്കി ബ്രീഡബിൾ ആയിട്ടുള്ള, അതായത് ബ്രീഡേഴ്സ് വളർത്തുന്ന നായ്ക്കൾക്ക് മാത്രം ബ്രീഡേഴ്സ് ലൈസൻസ് കൊടുത്ത് അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ മൈക്രോ ചിപ്പ് അത് നിർബന്ധമാണ്. അതായത് ചിപ്പിംഗ് ഇത്ര വലിയ കോസ്റ്റ് ഒന്നുമില്ല. അതിന് സർക്കാർ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. എല്ലാ ഡോഗ്സിനും കൃത്യമായി മൈക്രോ ചിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോഗിനെ എവിടെയെന്നെങ്കിലും പിന്നീട് ഒരു നാൾ ഇതിനെ തെരുവിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ തെരുവിൽ നിന്ന് പിടിക്കപ്പെടുകയാണെങ്കിലോ ചിപ്പ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഓണറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണ്, ആരുടെ പട്ടിയാണ്, എന്നാണ് തെരുവിൽ പോയത്, ഇതെല്ലാം കൃത്യമായിട്ട്. അപ്പോൾ ആ ഡേറ്റ് വെച്ച് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് അയാളെ വേണമെങ്കിൽ പെനലൈസ് ചെയ്യാം. ഇതൊക്കെ തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളതാണ്. ഇത് വളരെ ശരിയായ ഒരു ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് അതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കുന്നു? പിന്നെയാണോ ഈ നായ്ക്കളുടെ രജിസ്റ്റർ സൂക്ഷിക്കുക എന്ന് പറയുന്നത്? ഇറ്റ്സ് ഇമ്പോസിബിൾ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം ഒരു സജഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അങ്ങനെ പറയാൻ പറ്റുമോ മായ? ഒന്ന് ആലോചിച്ച് നോക്കും. വിദേശങ്ങളിലെല്ലാം പട്ടികളുണ്ട്. വിദേശങ്ങളിലുള്ളവരെല്ലാവരും പട്ടികളെ വളർത്തുന്നുണ്ട് വീടുകളിൽ. നായ്ക്കൾ ഇങ്ങനെ തെരുവിൽ അലഞ്ഞ് നടക്കുന്നത് നമ്മൾ കാണാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പല നായ്ക്കുട്ടികളെയും ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് അത് ദോഷമാണെന്ന് കരുതി റോഡിലേക്ക് വിടുന്നത് നമുക്കറിയാം. പല നായ്ക്കുഞ്ഞുങ്ങളെ അങ്ങനെ വെളിയിലേക്ക് ഇറക്കി വിട്ടത് നമുക്കറിയുന്നുണ്ട്. പറയൂ സുമിത, അങ്ങനെ ഒരു പ്രവണത നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയാണ് വേറെ സ്ട്രേ ഡോഗ്സ്. ഒന്നാമത് ഞങ്ങൾ പറയും ഈ ഇന്ത്യൻ ബ്രീഡ്സിനെ പ്രൊമോട്ട് ചെയ്യണം. ഈ ഫോറിൻ ബ്രീഡ്സെ കൊണ്ട് നടന്ന് അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കാണുന്നത് തന്നെ നിർത്തണം. ഇന്ത്യൻ ബ്രീഡ്സിനെ തന്നെ വളർത്താൻ നോക്കണം. ഇപ്പോൾ ഇത്ര സ്ട്രേ ഡോഗ്സ് കൂടാൻ ഒരു റീസൺ തന്നെ അതാ. പഴയ കാലത്തൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒരു ഡോഗിന് വേണമെങ്കിൽ വെറുതെ വഴി നടന്നതെടുത്ത് വളർത്താൻ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഈ പ്രസ്റ്റീജിയസ് ബ്രീഡ്സിനോടുള്ള ഈ ഒരു ക്രേസും അതൊക്കെ വന്നപ്പോഴാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തെരുവുനായ്ക്കൾക്ക്. എന്താ വെച്ചാൽ ആരും അതിനെടുക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും നമുക്ക് കാണാത്തതുകൊണ്ട് അത് നല്ല ഭംഗിയുള്ള ബ്രീഡ്സാണ് നമ്മളിവിടെ ഉള്ളതും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മഞ്ഞൾ ചകം വെച്ച് നോക്കുമ്പോൾ കാണാത്തതാണത്. അപ്പം ആ ഒരു കൾച്ചർ വരുന്നത് എന്തോ എടുക്കാൻ തയ്യാറാവോ തെരുവുനായെ? തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി പോയി എടുക്കാറുണ്ട്. ഒരിക്കലും ഇല്ല. തെരുവിൽ ചെന്ന് ഒരു തെരുവുനായെ എടുത്ത് വളർത്തണമെന്ന് ചിന്തിക്കുമോ? തീർച്ചയായിട്ടും ഒരിക്കലും അത് നടക്കാത്ത കാര്യം. തെരുവ് നായ്ക്കളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു സംഭവം നടന്നു. ഒരു പ്രശസ്ത TV-യുടെ അവതാരകയാണ് മെയിനായിട്ട് വന്നത്. തെരുവ് നായ്ക്കളെന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നത് മാറോട് ചേർത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്തുന്ന, വീട്ടിൽ വളർത്തുന്ന ഈ പറയുന്ന ഹൈടെക് ബ്രീഡുകളാണ്. അതിനെയാണ് കൊണ്ടുവന്നിട്ട് ഇത് തെരുവ് നായ്ക്കളാണെന്ന് പറഞ്ഞത്. തെരുവ് നായ്ക്കളെ ഏറ്റെടുക്കാനായിട്ട് ഇവിടെ ഈ പറയുന്ന ആരും പറയത്തില്ല. തെരുവ് നായ്ക്കളെ ഏറ്റെടുക്കാനായിട്ട് പൊതുജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നും തെരുവുനായ്ക്കളെ സംരക്ഷിക്കാൻ ഇവിടെ റെസ്ക്യൂ സെന്റർ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ വീട്ടിലുള്ള എൻ്റെ 2 പൂച്ചകളും തെരുവിനെ കയറി വന്നതാണ്. എനിക്ക് പട്ടികളില്ല. എന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് ഇഷ്ടമല്ല. നമ്മള് സുമിതയുടെ വ്യക്തിപരമായ ഒരു കാര്യമല്ല ചോദിക്കുന്നത്, ആ ഓർഗനൈസേഷന്റെ കാര്യമാണ്. അങ്ങനെ ഒരു റെസ്ക്യൂ സെന്റർ ഉള്ള സമയത്ത് അത് അവരുടെ ഡ്യൂട്ടി അല്ലേ? അത് പക്ഷെ എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റും? ഞങ്ങളുടെ മോർ ദാൻ 100 ഡോഗ്സ് ഏകദേശം ഉണ്ട്. ഓൾമോസ്റ്റ് 100 ഉണ്ട്. പക്ഷെ അത് ഇറ്റ് ഇസ് എൻഡ്ലെസ്. അത് തീരില്ല അതങ്ങനെ എടുത്താൽ. ഈ കാഴ്ചപ്പാട് 6 മാസം ചോദിച്ചത് നമുക്ക് എത്രമാത്രം എടുക്കാൻ പറ്റുമെന്ന്. അത് തന്നെയാണ് നമ്മുടെ ചോദ്യവും. നമുക്ക് എത്രമാത്രം എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ തെരുവിൽ അത്രയധികം തെരുവ് നായ്ക്കളുണ്ട്. അഡ്വക്കേറ്റ്സിന്റെ കൂടെ തന്നെ ചോദിക്കുന്നത്, ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ തെരുവ് നായയെ കൊല്ലാൻ പാടില്ല എന്ന്? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് തെരുവ് നായയെ കൊല്ലാൻ പാടില്ല. നിയമത്തിൽ അത് സഹോദരിക്ക്
അറിയാഞ്ഞിട്ടാണ്. നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തെരുവ് നായ്ക്കളായാലും അവ അപകടകാരിയല്ലെന്നുണ്ടെങ്കിൽ അവയെ വധിക്കുവാൻ സാധിക്കുകയില്ല. അത് നിയമപ്രകാരം അങ്ങനെ തന്നെയാണ്. അത് ഒരു കാര്യം അപകടകാരി അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപകടകാരിയല്ലാത്ത പട്ടികളെ കൊല്ലണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പക്ഷേ ഇത് ആര് തീരുമാനിക്കും? അല്ലല്ല, നമുക്ക് സിറ്റിസൺസിന് റൈറ്റ് ഉണ്ട്. നിങ്ങളത് ചെയ്യാറുണ്ടോ? കാര്യം ഒരു നായയെ കൊന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ യു ക്യാൻ അറസ്റ്റ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? അല്ല മേഡം, ഒരു കാര്യം ആരും ചെയ്തിട്ടില്ല. അല്ല, ഞാൻ റോഡിൽ കൂടെ നടന്ന് സഞ്ചരിക്കുന്ന വ്യക്തി തന്നെയാണ്. മാർക്കറ്റിനടുത്താണ്. അവിടെ നിന്ന് കുറച്ചു വക്കീൽ ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് ഒന്ന് കാൽനടയായി യാത്ര ചെയ്തിട്ട് ഈ അഭിപ്രായം ഈ പറയുന്ന പാലയിലൂടെയും മറ്റു തെരുവുകളിലൂടെയും നടന്നു തന്നെ ജീവിച്ചവളാണ് ഞാനും. പക്ഷെ എന്ന് കരുതി എനിക്ക് നിയമമേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് പേയുള്ള പട്ടികളെ പിടിച്ച് നമുക്ക് കൊല്ലാൻ പറ്റും. പക്ഷെ പേയില്ലാത്തതിനെ കൊല്ലാൻ നമുക്ക് നിയമം അനുവദിക്കുന്നില്ല. സ്ക്വാഡ് വെച്ച് കുറേ എണ്ണത്തിനെ പിടിക്കാനുള്ള ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഒരു ദിവസം 4 പട്ടിയെ മാത്രമേ വന്ധീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വന്ധീകരിച്ചാൽ വീണ്ടും 3 ദിവസത്തിലുള്ള തന്നെ അങ്ങ് വിടും. 10,000 നായ്ക്കളുള്ള ഒരു പ്രദേശം നമ്മുടെ തിരുവനന്തപുരമാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ കോവളവും ആറ്റിങ്ങലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധി മാത്രം സങ്കല്പിക്കുക. കോവളത്ത് അല്ലെങ്കിൽ ഈ 3 സ്ഥലങ്ങളിലും കൂടി 10,000 തെരുവ് നായ്ക്കളുണ്ട്. നമുക്ക് ഒരു വർഷം ഇനി നിങ്ങൾ കൊല്ലാനാകട്ടെ ABC ചെയ്യാനാകട്ടെ ഏത് തരം പ്രവർത്തനത്തിനാണെങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റുന്ന മാക്സിമം എണ്ണം എന്ന് പറയുന്നത് വെറും 2500 ഡോഗ്സിനെ മാത്രമാണ് ഒരു വർഷം. ഇനി എത്ര വലിയ ഡോഗ് ക്യാച്ചേഴ്സ് വന്ന് പിടിച്ചാലും അത് മനസ്സിലാക്കുക. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2500 എണ്ണത്തിനെ മാത്രമേ അത് കൊല്ലാനാണെങ്കിൽ എന്ത് ഞാൻ ഈ പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക. ഇതിൻ്റെ പേരാണ് ക്യാപ്ചർ റേറ്റ്. അതായത് ഈ ഒരു വർഷം നമുക്ക് മാക്സിമം പിടിക്കാൻ പറ്റുന്നത് 20 മുതൽ 30% നായ്ക്കളെ മാത്രമാണ്. പറഞ്ഞു തരാം, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് 4 തരത്തിലുള്ള നായ്ക്കളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, അതായത് വീട്ടിൽ വളർത്തുന്ന. 2 സെമി ഡൊമസ്റ്റിക്കേറ്റഡ്, വീട്ടിൽ വളർത്തുകയും പുറത്തു പോവുകയും ചെയ്യുന്ന. 3-ാമത്തത് അല്ലെങ്കിൽ 3-4 തരത്തിൽ ഫെറലും ഫോറേജ് എന്ന് പറയും. ഇത് ഒരിക്കലും മനുഷ്യനുമായിട്ട് സഹവസിക്കുന്ന ഡോഗ്സ് അല്ല. ഇവയെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സബർബ്സിൽ ജീവിക്കുന്നവയാണ്. ഇവയെ നമുക്ക് ഒരിക്കലും കാണാൻ പോലും കിട്ടത്തില്ല. ഏകദേശം ഒരു 30% നായ്ക്കളെ മാത്രമേ നമുക്ക് ഈ സെമി ഡൊമസ്റ്റിക്കേറ്റഡും ഡൊമസ്റ്റിക്കേറ്റഡും അതുപോലെ ഒരു പരിധി വരെ മനുഷ്യനുമായിട്ടാണെങ്കിൽ ജീവിക്കുന്നവയെ മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ. കൊല്ലാനാണെങ്കിലും ABC ചെയ്യാനാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാക്സിമം പോയാൽ ഒരു വർഷം പിടിക്കാവുന്ന മാക്സിമം ഡോഗ്സിൻ്റെ എണ്ണം 10,000-ൽ വെറും 3000-ആണ്. ബാക്കി 7,000-വും പ്രജനശേഷിയുള്ള പ്രത്യുൽപാദന ശേഷിയുള്ള നായ്ക്കളാണ് നിലവിലുള്ളത്. ഒരു വർഷം നമ്മൾ ഈ 3000 എണ്ണത്തിനെയും മാറ്റി ഷെൽട്ടറിൽ മാറ്റി അല്ലെങ്കിൽ കൊന്നുകൾ ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന കൺവെൻഷണൽ സിസ്റ്റത്തിലൂടെ പരീക്ഷിച്ച് നടപ്പിലാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബാക്കി 7,000 എണ്ണം അല്ലെങ്കിൽ അതിനകത്ത് വെറും ഒരു 1000 എണ്ണം പ്രത്യുൽപാദന ശേഷിയുള്ളതാണെങ്കിൽ 6 മുതൽ 8 മാസം, അതായത് 6 കുട്ടികളെ ഒരു നായ്ക്ക് പ്രസവിക്കാം എന്ന കണക്കിരിക്കെ 8 മാസം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അടുത്ത പ്രസവത്തിന് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ നേരെ ഇരട്ടി എണ്ണം 10,000-ൽ നിന്നും 15,000-ആയി മാറാനുള്ള സവിശേഷ കഴിവുള്ളവയാണ് തെരുവ് നായ്ക്കൾ. ഇതൊന്നും നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇത് മനസ്സിലാക്കുക, അല്ലാതെ മരുന്ന് ലോബിയുടെയും വാക്സിനേഷൻ്റെയും കാര്യങ്ങളായിട്ടല്ല ഇത് സംസാരിക്കേണ്ടത്. പൊതുജനത്തിന് പ്രശ്നമുള്ള ഇതിനെ നിയന്ത്രിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഈ എണ്ണം പെരുകരുതെങ്കിൽ ഫുഡ് അവിടെ നിന്ന് മാറണം. ഇതിൻ്റെ വേസ്റ്റ് സോഴ്സ് അവിടെ നിന്ന് മാറണം. ഈ വേസ്റ്റ് സോഴ്സ് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മനുഷ്യനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആൾ തന്നെ ഇതിനുള്ള ഉത്തരവാദിത്വം. അതായത് ഇതൊരു മാൻ മെയ്ഡ് പ്രോബ്ലമാണ്. ഇത് തെരുവ് നായ്ക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല, ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. മനുഷ്യനത് തിരിച്ചറിയുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തെരുവ് നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായിട്ടാണ് വർദ്ധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ പരിഹാര മാർഗം ഹാംഫുള്ളായിട്ടുള്ള തെരുവ് നായ്ക്ക് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അതിന് കോർപ്പറേഷന് ഏതാണ്ട് 9 ടീമുണ്ട്. ഈ 9 ടീമുമായിട്ട് ജനങ്ങൾ സഹകരിച്ച് വാർദ്ധക്യം വന്നത്, നല്ല ഉപദ്രവകാരികളായത്, ആരോഗ്യമില്ലാത്തവരെ നശിപ്പിക്കുക. പിന്നെ ഇപ്പം ഞങ്ങളൊരു അല്ല, ഇതൊക്കെ നിയമമൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് അത് കോടതിയിലേക്ക് നമുക്ക് സമൂഹത്തിന് മുമ്പേ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. മേഡം ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നു എന്ന് സംസ്ഥാന സർക്കാരും പറയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യം പൂർണ്ണമായിട്ടും ഇല്ല എന്ന് കോർപ്പറേഷനും പറയുന്നുണ്ട്. ഈ 2 ഭരണകർത്താക്കളും അല്ല പറയേണ്ടത്. ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളും ഈ പട്ടികളെ കടികൊണ്ട് വിധിക്കപ്പെട്ട പാവങ്ങളായ പൊതുജനങ്ങളാണ് പറയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടായിട്ടുണ്ടോ? ചിന്ത, ഇന്നലെ കല്ലമ്പലത്ത് 4 സ്ത്രീകളെ പട്ടി കടിച്ചതായിട്ട് കണ്ടു. ആശുപത്രിയിൽ മരുന്ന് അല്ലേ?
അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയും കടിച്ചതായിട്ട് നമ്മൾ പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞു. ഇത് ഈ ഇപ്പം നമ്മളിപ്പോഴും തിരുവനന്തപുരം ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഈ കൊല്ലത്തൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ ചിന്ത സംസാരിക്കുമ്പോൾ ഒരു ന്യൂട്രായിട്ടാണ് സംസാരിക്കുന്നത്, അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാതെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൂമിയിൽ അങ്ങനല്ല, അപകടകാരികളായിട്ടുള്ള മനുഷ്യനെ ആക്രമിക്കുവാൻ വരുന്ന പേവിഷബാധിതരായിട്ടുള്ള പട്ടികളെ കൊലപ്പെടുത്തണം. മുഴുവൻ പട്ടിയും മരിച്ചാൽ ചേച്ചിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഈ ചേച്ചി കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജീവജാലങ്ങളും നിലനിന്നാലേ പറ്റൂ. നിങ്ങൾക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീട് വെക്കണം, പട്ടി വേണം. പട്ടി ഇല്ലെങ്കിൽ ഈ ഭൂമിക്കകത്ത് മനുഷ്യന് നിലനിൽക്കാൻ പറ്റില്ല. എല്ലാ ജീവജാലക്കാരും ഒരു വീട്ടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ ഒരു പട്ടി കടിച്ചു വലിച്ചു പുറത്തു കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മാത്രമല്ല, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പൊതുസമൂഹത്തിന് മുഴുവനും പട്ടിയെ കൊല്ലാനേ തോന്നുള്ളൂ. അത് നമുക്ക് എങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ മാഡം ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇമോഷണൽ ആവുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ യു ഹാവ് ടു അപ്ലൈ ലോജിക് ലൈഫിൽ. എന്നാലല്ലോ നമുക്ക് ഒരു കേസ് അതാ. വിഷയം കൂടിയുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള അനിമൽ സേവ് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുടെ അടുത്ത് ചോദിക്കുന്ന, കേരളത്തിനകത്ത് ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വർഗീയ സംഘടനകൾ പട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ തീവ്രവാദം പഠിച്ചിട്ടുണ്ട്. അന്ന് ഈ ആങ്കർമാരും ഈ ടെലിവിഷൻ അവതാരകരും ഈ കാണുന്ന ആളുകൾ ആരും പട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നില്ല. അപ്പൊ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. വേറൊരു പ്രധാനമായിട്ടുള്ള കാര്യം കേരള സമൂഹത്തിൽ നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ സംസ്ഥാന സർക്കാരും അതുപോലെ വിവിധ കോർപ്പറേഷൻ ഭരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ കേവലം ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് പോലും പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് തെളിയിച്ച ഈ സാഹചര്യത്തിൽ ഇവരെങ്ങനെയാണ് മാവോയിസ്റ്റുകളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും കേരള സമൂഹത്തെ രക്ഷിക്കുന്നത്? എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഇവർ കേവലം തെരുവ് നായ്ക്കളിൽ നിന്ന് പോലും പൊതുജനത്തെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഇവരെ രാഷ്ട്രീയം പറയുന്നത്? ഇതൊക്കെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മാഡം? എൻ്റെ ഒരു വലിയ സംശയമാണ്, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടൊരു കാഴ്ചയാണ് ഈ വയലറ്റ് നിറത്തിലുള്ള വെള്ളം. ഇത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായി ഇല്ല, ഇതിന് യാതൊരു അടിത്തറയില്ല. ഇത് ശരിക്കും ഡോഗ്സിന് തിരിച്ചറിയാൻ പറ്റുന്ന കളർ റേഞ്ച് വളരെ കുറവാണ്. അതൊരു ഗ്രേഷ് ബ്ലൂ ടു യെല്ലോ റേഞ്ച് വരെയൊക്കെ ഫെയ്ഡായിട്ട് ഇതിന് അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇത് പ്രത്യേകമായിട്ട് ഇതിനോട് എന്തെങ്കിലും ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നും പട്ടികകളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതൊരു ഒബ്സ്ട്രക്ഷൻ, ചിലപ്പം കുറച്ച് കുപ്പിവെള്ളമൊക്കെ ഇരിക്കുന്ന കാരണം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നത് കാരണം അത് പാത മാറി സഞ്ചരിക്കുന്നതാവാം. അതിൻ്റെ നോർമൽ റൂട്ടിൽ നിന്ന് ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതാവാം. അല്ലാതെ അതിന് പ്രത്യേകിച്ച് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അതിനെയൊന്നും തുരുത്താനൊന്നും ഈ മാർഗം കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളതാണ് സത്യം. യാതൊരു സത്യമല്ല മാഡം. എല്ലാ സർക്കാർ ഓഫീസിന്റെ ഫ്രണ്ടിലും ഇത് ഈ സാധനം 5, 6, 7, 8 കുപ്പി വെച്ചിട്ടുണ്ട്. ഒരു കുപ്പിക്ക് 10 പട്ടി കണക്കാക്കി അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ കടിക്കുന്ന കാര്യവും ബൈക്കുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ ശരിക്കും വളരെ പ്രോബ്ലമാണ്. അത് ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ നായ്ക്കൾക്ക് തന്നെ 4 തരം അഗ്രഷൻ ഉണ്ട്. അതായത് ഇവയെ വന്ധീകരിക്കുന്നതിലൂടെ, ആൺനായ്ക്കളാണെങ്കിലും പെൺനായ്ക്കൾ, ആൺനായ്ക്കളെ പൊതുവെ വന്ധീകരിക്കുന്നതിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 3 തരം അഗ്രഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഈ നായ്ക്കൾ എന്ന് പറയുന്നത് ചെന്നായ്ക്കളുടെ ഒരു എവല്യൂഷൻ പ്രോസസ്സ് വഴി അടുത്ത ഒരു ഇതായിട്ട് വന്നതാണ് നായ്ക്കൾ. അപ്പോൾ ഇവയിൽ ചിലതിനെങ്കിലും ഈ അഗ്രസീവ് ടെൻഡൻസി അല്ലെങ്കിൽ പാക്ക് ബിഹേവിയർ എന്നൊരു 25 പട്ടികൾ ഒരുമിച്ച് കാണുന്നു. അതിനുള്ള കാരണമാണ് പാക്ക് ബിഹേവിയർ. പാക്ക് ബിഹേവിയർ വരാനുള്ള കാരണം ഇതിൻ്റെ ഈ എവല്യൂഷൻ പ്രോസസ്സിൽ ചെന്നായ്ക്കളുടെ വൂൾഫിൻ്റെ ഒരു സ്വഭാവം ഇതിൽ 1, 2 നായ്ക്കൾക്കുണ്ടാകാം. അവ കാണിക്കുന്നത് അതേപടി ഇമിറ്റേറ്റ് ചെയ്യുന്നു ഒരു പാക്ക് ഓഫ് ഡോഗ്സ്. അങ്ങനെയാണ് ഈ പാക്ക് ബിഹേവിയർ വരുന്നത്. അതാണ് കുഞ്ഞുങ്ങളെയും ഈ പറയുന്ന അറ്റാക്കിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള നായ്ക്കളെ നമ്മൾ മാറ്റുകയും വേറെ നായ്ക്കളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ തമ്മിലുള്ള കടികൂടൽ, ടെറിട്ടോറിയൽ അഗ്രഷൻ. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമതുള്ളത് മേറ്റിംഗ് സമയം, അതായത് ഇണ ചേരാനായിട്ടുള്ള സമയത്ത് തമ്മിൽ കടികൂടുന്ന മേറ്റിംഗ് സമയത്തുള്ള അഗ്രഷൻ. പിന്നെ ഉള്ളത് സെൽഫ് ഡിഫെൻസ്, അതായത് അവയെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ചാക്രമിക്കുക. ഈ സെൽഫ് ഡിഫെൻസിനെ ഒഴിച്ച് ബാക്കി 3 തരം അഗ്രഷനെയും നമുക്ക് എഫക്റ്റീവായിട്ട് കാസ്ട്രേഷൻ വഴി തടയാൻ പറ്റും. പക്ഷേ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് അതിനെ ആക്രമിച്ചാൽ അത് തിരിച്ചാക്രമിക്കുക, അതിൻ്റെ ജീവനെ ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നാൽ അത് തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും അത് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെയെല്ലാം നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഇവയുടെ സ്പെസിഫിസിറ്റി, അതായത് ഇവയുടെ ഒരു ജനിതകമായിട്ടുള്ളൊരു സവിശേഷതയെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം.
അവിടെ ഇത് മാത്രമേ നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ എത്രയൊക്കെ നമ്മൾ കൊല്ലുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമായിട്ട് ഇന്ന് ഈ പ്രശ്നമുണ്ട്, 2 വർഷത്തിന് ശേഷം നമുക്ക് ഈ ഡിബേറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ 2 വർഷത്തേക്ക് നമ്മൾ ഈ പറയുന്ന 3 ഘട്ടങ്ങൾ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വീണ്ടും വർഷം കഴിയും തോറും വീണ്ടും ഇതേ പ്രശ്നത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. ഡോക്ടർ രാകേഷ്, സാധാരണഗതിയിൽ പട്ടി കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾക്ക് എന്തൊക്കെ തരം ചികിത്സകളാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഈ പട്ടി കടിച്ച് എത്തുന്നവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും ജനറൽ ഹോസ്പിറ്റലിൽ തുറന്നിരിക്കുന്ന IDRV ക്ലിനിക്കുണ്ട്. രാവിലെ 8 തൊട്ട് 12 വരെ സെപ്പറേറ്റ് ക്ലിനിക്കും 12-ന് ശേഷം കാഷ്വാലിറ്റിയോട് ചേർന്നും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ പട്ടി കടിച്ച് വരുന്നവരുടെ മുറിവും ഈ കടിക്കുന്ന പട്ടികളെയും അനുസരിച്ച് ഇതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, 2 and 3. കാറ്റഗറി 1 പ്രകാരം നമുക്ക് മാരകമല്ലാത്ത കോണ്ടാക്റ്റുകൾ, മുറിവുകളൊന്നും ഉണ്ടാവാത്ത കോണ്ടാക്റ്റ്. ഇപ്പോൾ സാധാരണയായിട്ട് ആൾക്കാർ വന്ന് പറയുക, ഒരു പട്ടി ഞാൻ നടന്നു പോകുമ്പോൾ, ചന്തയിൽ നടന്നു പോകുമ്പോൾ കാലിൽ വന്ന് മണപ്പിച്ചു അല്ലെങ്കിൽ തൊട്ടു, അതിൻ്റെ വാല് തട്ടി, ഇതിനൊക്കെ ഇഞ്ചക്ഷൻ എടുക്കണോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരും. പ്രത്യേകിച്ച് മുറിവും ഉണ്ടാക്കുകയോ ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ പോകുന്ന ഇത്തരം കോണ്ടാക്റ്റുകൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. കാറ്റഗറി 2 പ്രകാരം വരുന്ന കോണ്ടാക്റ്റുകളിൽ സ്കിന്നിന് പുറത്തുണ്ടാകുന്ന ചെറിയ അബ്രേഷൻ, ചെറിയ ഉരവുകൾ, ഓൾറെഡി ഉണ്ടായ മുറിവിലുള്ള നക്കല്, ലിക്സ്, ഇതൊക്കെയാണ് കടന്നു വരുന്നത്. ഇതിന് നമുക്ക് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വാക്സിനേഷൻ IDRV, അത് ഇൻട്രാഡെർമലി കൊടുക്കുകയാണെങ്കിൽ 4 ദിവസവും, മസ്കുലാർ കൊടുക്കുകയാണെങ്കിൽ 5 ദിവസവും കൊടുക്കുന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ ഇന്ത്യയിൽ പിന്തുടർന്നു വരുന്നത്. ഇനി മൂന്നാമത്തത് ഏറ്റവും കൂടിയ തരം മുറിവുകൾ, വലിയ കട്ട് വൂൺസ് ആയിട്ട് വരുന്നത്, മുഖത്ത് വരുന്ന വൂണ്ടുകൾ, ഇതിലെല്ലാം ഈ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ 1 ദിവസത്തെ കോഴ്സായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ, അവർക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൂടി ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട, മുറിവിന് ചുറ്റും ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഈ കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ വലിയ വൂണ്ടുകൾ മാത്രമല്ല, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ അരയ്ക്ക് മേളിലോട്ട് ഉണ്ടാകുന്ന ഏതൊരു മുറിവും നമ്മൾ കാറ്റഗറി 3 ആയിട്ട് എടുക്കണം. കാരണം ഈ വൈറസ് സഞ്ചരിക്കാവുന്ന ദൂരം, ബ്രെയിനിലോട്ട് എത്തുന്ന ദൂരം കുട്ടികളിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാറ്റഗറി 3 ആയിട്ട് എടുക്കണം. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് കാറ്റഗറി വൂണ്ട്, ചോര വന്നാലും നമുക്ക് ഡൊമസ്റ്റിക് വാക്സിനേറ്റഡ് ആനിമൽസ് ആണെങ്കിൽ 10 ദിവസം വരെ ഒബ്സർവ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഇവർക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകാൻ ചോദിക്കുന്നുണ്ട്. എന്നിൽ ബാക്കി ചികിത്സ കണ്ടിന്യൂ ചെയ്താൽ മതി. വാക്സിനേറ്റഡ് ഒബ്സർവബിൾ ഡൊമസ്റ്റിക് ഡോഗ്സ് അല്ലെങ്കിൽ ഏത് അനിമൽസിനായാലും മാത്രമേ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.